ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വെറുതെ ഒരു കഥ പറയാനല്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇവൾക്കിത് എന്തിൻ്റെ കേടാന്ന്. പക്ഷേ സംഭവം സത്യമാണ്. ദാ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം നന്നായിട്ടൊന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിലേക്ക് നോക്കി നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിച്ചാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അത് കൃത്യം 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ സാധിച്ചു തരും. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇവൾക്ക് എന്താ വട്ടായി എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കുറച്ച് സമയം എൻ്റെ കൂടെ ഇരിക്കുക, കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണ് കൂടി ഓണാക്കിക്കേ. എന്നിട്ട് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ ചിത്രത്തിലേക്ക് കൊടുക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് എനർജിയിലേക്ക് മാറും. അത് ചെയ്തവർക്ക് മാത്രമേ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഈ മാജിക്ക് നടക്കൂ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ പലതും വരുന്നുണ്ടാവും. ആഹാ, എങ്കിൽ പിന്നെ എനിക്കൊരു വണ്ടിയോ വീടോ ചോദിച്ചാലോ, അതോ അടുത്ത മാസം നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഫുൾ A+ വേണമെന്ന് പറഞ്ഞാലോ എന്നൊക്കെ. കുട്ടികളാണെങ്കിൽ വിചാരിക്കും ഒരു വലിയ ഡയറി മിൽക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന്. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഉരസുമ്പോൾ ഒരു ഭൂതം വരുന്നത്. കൽപ്പിച്ചാലേ യജമാന് 1 മണിക്കൂറിനുള്ളിൽ ആഗ്രഹം സാധിച്ചുതരാം എന്ന് പറയുന്ന ആ ഭൂതമില്ലേ, അങ്ങനെ ഒരു പവർ ഈ ചിത്രത്തിനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം ഇതിനു പിന്നിൽ ലോക പ്രശസ്തമായ ഒരു മാനിഫെസ്റ്റേഷൻ രഹസ്യമുണ്ട്. അതാണ് വിസ്പർ ടെക്നിക്ക്. അത് വെറും ഒരു മാജിക്കല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച വലിയൊരു ശാസ്ത്രമാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊരാളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതുപോലെ കാര്യങ്ങൾ നടക്കാൻ വല്ല വഴിയും ഉണ്ടോ എന്ന്. അതിനുള്ള ഉത്തരമാണ് ഈ വിസ്പർ ടെക്നിക്ക്. വിസ്പർ എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലിരുന്ന് ടീച്ചർ കാണാതെ കൂട്ടുകാരൻ്റെ ചെവിയിൽ എടാ പേനത എന്നൊക്കെ പതുക്കെ പറയാറില്ലേ, അതാണ് വിസ്പർ. നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ചെവിയിൽ പോയി ഒരു കാര്യം പതുക്കെ മന്ത്രിക്കുന്നതായി സങ്കല്പിക്കുന്ന വിദ്യയാണിത്. കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ വലിയ മനഃശാസ്ത്രജ്ഞന്മാർ വരെ പറയുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗമാണിത്. പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. എന്നാൽ കേട്ടോളൂ, നമ്മുടെ ചിന്തകൾക്കൊരു റേഡിയോ തരംഗം പോലെയുള്ള ശക്തിയുണ്ട്. നമ്മൾ FM റേഡിയോയിൽ പാട്ട് കേൾക്കുന്നത് എങ്ങനെയാണ്? എവിടെയോ ഇരിക്കുന്ന റേഡിയോ സ്റ്റേഷനിലെ തരംഗങ്ങൾ നമ്മുടെ ഫോണിൽ കണക്റ്റ് ആകുന്നു. അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സും. വിസ്പർ എന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ മന്ത്രിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ചിന്തകളെ ഡിജിറ്റലായിട്ട് അയക്കുന്ന വിദ്യയാണിത്. ലോകത്തിലെ വലിയ വലിയ ബിസിനസ്സുകാരും സെലിബ്രിറ്റികളും വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇത് ചെയ്താൽ ഫലം കാണാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ദാ ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ദാ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലേക്ക് ഒരു 30 സെക്കൻഡ് നോക്കിയിരിക്കുക. കണ്ണെടുക്കാതെ നോക്കണമെന്നില്ല. എന്നിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യവും വിഷമവും ഒക്കെ മാറ്റിവെച്ച് മനസ്സ് ക്ലിയർ ആക്കി വെക്കുക. ഇനി നിങ്ങളുടെ കാര്യം ആരെ കൊണ്ടാണോ ബോധിപ്പിക്കേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അത് നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം, സുഹൃത്താകാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാകാം. അവർ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ കണ്ണടച്ച് സങ്കല്പിക്കുക. ഇതാണ് മെയിൻ പരിപാടി. നിങ്ങളൊരു കുഞ്ഞു പ്രാവായി മാറി അവരുടെ അരികിലേക്ക് പറന്നു ചെല്ലുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് അവരുടെ ചെവിക്കരികിൽ ചെന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വളരെ പതുക്കെ സ്നേഹത്തോടെ 3 തവണ മന്ത്രിക്കണം. ഉദാഹരണത്തിന് കുട്ടികളാണെങ്കിൽ, അമ്മേ എനിക്ക് വൈകുന്നേരം ഐസ്ക്രീം വാങ്ങിത്തരണേ എന്ന് അമ്മയുടെ ചെവിയിൽ പോയി പതുക്കെ പറയുന്നതായിട്ട് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോടാണെങ്കിൽ, എടാ എനിക്ക് നീ മെസ്സേജ് അയക്കണേ എന്ന് പറയുക. അത് പറഞ്ഞതിന് ശേഷം ആ വ്യക്തി ചിരിച്ചുകൊണ്ട് ശരി, അത് ഞാൻ ചെയ്യാമെന്ന് സമ്മതിക്കുന്നത് പോലെ വിചാരിക്കുക. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അമ്മയെ നാളത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പോയിട്ട് മന്ത്രിക്കരുത്, അത് നടക്കില്ല. എന്നിട്ട് ദൈവത്തിനോ പ്രപഞ്ചത്തിനോ നന്ദി പറയുക. കഴിഞ്ഞു. കാര്യം സിമ്പിളല്ലേ? ഇതിന് പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. നമ്മളിങ്ങനെ തീവ്രമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് ചില പോസിറ്റീവ് തരംഗങ്ങൾ പുറപ്പെടും. ഇത് നമ്മളെ കൂടുതൽ പോസിറ്റീവാക്കുകയും ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും.
അങ്ങനെ 1 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ വളരെ പെട്ടെന്നോ ആ കാര്യം നടക്കാനുള്ള സാഹചര്യം തനിയെ ഉണ്ടായി വരും. നമ്മൾ വിചാരിക്കുന്ന കാര്യം പ്രാക്ടിക്കലായിരിക്കണം. അല്ലാതെ ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ണടച്ചിരുന്നിട്ട് എനിക്കിതാ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആവണം, ജോ ബൈഡൻ മാറി എനിക്ക് ആ കസേര തരാൻ അവൻ്റെ ചെവിയിൽ പോയി മന്ത്രിക്കുക എന്ന് വിചാരിച്ചാൽ നടക്കുമോ? അമേരിക്കൻ പ്രസിഡന്റ് പോയിട്ട് നമ്മുടെ നാട്ടിലെ ക്ലബിൻ്റെ പ്രസിഡന്റ് പോലും ആവാൻ പറ്റില്ല. നടക്കാൻ സാധ്യതയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ വേണം ചോദിക്കാൻ. ജത്തിന് നന്ദി പറയുക. കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യുക. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് കൃത്യമായി വന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ഇതെനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ മീ എന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റ് മറ്റുള്ളവർക്ക് ഇത് ചെയ്യാനുള്ള വിശ്വാസം നൽകും. കുട്ടികളാണെങ്കിൽ അമ്മ ബിരിയാണിയോ ചോക്ലേറ്റോ വാങ്ങി തന്നോ ഇല്ലയോ എന്നും കൂടെ പറയണം കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാത്ത കൂട്ടുകാർക്ക് 1 മണിക്കൂറിനുള്ളിൽ അത്ഭുതം നടക്കട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.